മോളെ എന്താമ്മ എന്തിന്റെ കറി വെച്ചാണെന്ന്? ഇന്നാ പരിപ്പ് മുരിങ്ങക്കായും കുത്തിക്കാച്ചിട്ടുണ്ട്. അപ്പളേ ഇത് അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചി തന്നതാ. ഇത് കൊണ്ടിട്ടൊരു മെഴുക്ക് പറ്റിണ്ടത് ഇനി ഉണ്ടാക്കണം. ഉണ്ടാക്കണം. ഇത് വെറുതെ മാറ്റി കളയാൻ പറ്റും, ഒരു തന്നതല്ലേ. ശരി, ഉണ്ടാക്കാം. മെഴുക്ക് പറ്റി ഉണ്ടാക്കി. എന്റെ കൂട്ടുകാരിൽ ആർക്കൊക്കെയാ വഴുതനങ്ങ ഇഷ്ടം? എനിക്ക് തീരെ ഇഷ്ടമല്ലാട്ട വഴുതനങ്ങ. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കറിയാണ് വഴുതനങ്ങ. ആയാലും കയ്പ്പയ്ക്ക ആയാലും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എന്തായാലും കുറച്ച് വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കിന്നൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. അതിന് വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ചു നേരം അതിലത്തെ കറിയൊക്കെ കളഞ്ഞ് വാരി വെക്കാം. ഇനി നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടിയും ഒന്ന് വഴറ്റിയെടുത്തതിലേക്ക് നമുക്ക് ഇനി കുറച്ച് കുത്തുമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരുപാട് വെന്ത് പോകണ്ട കേട്ടോ. നന്നായിട്ട് വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ കുഴ കുഴാന്നിനാവും. അതുപോലെ ആക്കണ്ട. അപ്പൊ അത് തുറന്നൊന്നും കൂടെ ഇളക്കി കൊടുത്തതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചിട്ട് ഒന്നും കൂടെ ഇളക്കി വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മെഴുക്ക് വരട്ടി ദേ ഇവിടെ റെഡിയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവര് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഞാൻ അധികം വഴുതനങ്ങ കഴിക്കാറില്ല കേട്ടോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നറിയോ? ഇന്നത്തെ ഉച്ചയൂണിന് മെഴുക്ക് വരട്ടിയുണ്ട്, വഴുതനങ്ങ, പിന്നെ കുറച്ച് ഗ്രീൻ പീസ് കറി, പപ്പടം, ബീഫ് അച്ചാറ്, പിന്നെ മുരിങ്ങക്കായും പരിപ്പുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല്. വഴുതനങ്ങ മെഴുക്ക് പുരട്ടി വെച്ചാ എത്ര തരം കറി ഉണ്ടാക്കിയാണ്. വഴുതനങ്ങ തോരൻ സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. മൂന്നാല് തരം കറിയൊക്കെ വെച്ചൊരു പായസം കൂടി ഉണ്ടെങ്കിൽ ഓണം ഉണ്ട പോലെയായി. പായസം വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പായസം ഒന്നും വെക്കണ്ടാട്ടാ. ഓണത്തിന്റെ അടുത്ത് വെക്കാൻ. സൂപ്പർ ഊണ്. വഴുതനങ്ങ തോരൻ നന്നായിട്ടുണ്ട്.